അരുൺ, എത്ര മണിക്കാണ് ഈ 5 മണിക്ക് പോകുമ്പോൾ ആ പട്ടികയുമായിട്ടായിരിക്കുമോ പോവുക, അതോ തൽക്കാലം പട്ടിക പിന്നീട് നൽകാം, ഗവർണറെ കണ്ട് കാര്യങ്ങളെല്ലാം അറിയിച്ച് മടങ്ങിപ്പോരുകയായിരിക്കും? എന്താണ് അവസാനം ഉണ്ടാവുക? 4 മണിക്കും 5 മണിക്കും ഇടയിൽ ഗവർണറെ കാണാനാണ് ഇപ്പോൾ ലോക് ഭവനിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അനുമതി തേടിയിരിക്കുന്നത്. കൃത്രിമ സമയമല്ല, പക്ഷെ 4നും 5നും ഇടയിൽ ഏത് നിമിഷവും അദ്ദേഹം ഇവിടെ നിന്ന് പുറപ്പെടാം. നിയുക്ത മുഖ്യമന്ത്രി ഇവിടെ നിന്ന് പുറപ്പെടാം. അതിനുള്ള തയ്യാറെടുപ്പുകൾ ഇവിടെ നടക്കുകയാണ്. ഇവിടെ എപ്പോഴാണ് അദ്ദേഹം ഇവിടെ നിന്ന് ഇറങ്ങുന്ന കാര്യത്തിൽ മാത്രമാണ്. നേരത്തെ അദ്ദേഹം 3:30 തന്നെ ഇറങ്ങുമെന്ന് പറഞ്ഞു. പക്ഷേ അതിനുശേഷം ഇവിടെ ഘടകകക്ഷി നേതാക്കൾ വന്നിട്ടുണ്ട്. അനൂപ് ജേക്കബ് ആദ്യം നിയുക്ത മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തി. അതിനുശേഷം മാണി സി കാപ്പൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതായത് മാണി സി കാപ്പനും അനൂപ് ജേക്കബുമായി 5 വർഷം എന്ന ടേമിൽ 2.5 വർഷം വീതം പങ്കിടും എന്നുള്ളതായിരുന്നു നേരത്തെയുള്ള ധാരണ. അതുകൊണ്ട് തന്നെ 2.5 വർഷം വീതം പങ്കിടും. ഒരുപക്ഷെ അതിന്റെ ചർച്ചകളാകാം. അനൂപ് ജേക്കബിന് മുഴുവൻ ഫുൾ ടൈം ലഭിക്കുമെന്ന സൂചനകളും നേരത്തെ പുറത്തു വന്നിരുന്നു. മാണി സി കാപ്പനെ ഡെപ്യൂട്ടി സ്പീക്കറാകാം കടുത്ത അതൃപ്തിയിലാണ്. 2.5 വർഷം എന്ന ടേം നിബന്ധന അംഗീകരിക്കാനാകില്ല എന്ന കടുത്ത നിലപാട് നേരത്തെ മാണി സി കാപ്പൻ പരസ്യമായി തന്നെ എടുത്തിരുന്നു. അതിനുശേഷമായിരിക്കാം ഒരുപക്ഷെ മറ്റൊരു ഫോർമുല UDF നേതൃത്വം മുന്നോട്ട് വച്ചത്. അത് 2.5 വർഷത്തിന് പകരം മാണി സി കാപ്പനെ ഡെപ്യൂട്ടി സ്പീക്കറാക്കുക, അതുപോലെ തന്നെ അനൂപ് ജേക്കബിന് 5 വർഷം എന്ന ഫുൾ ടൈം നൽകുക, അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നു. അതിനുശേഷം എന്താണ് ഇപ്പോൾ ഈ കൂടിക്കാഴ്ചയുടെ ഉദ്ദേശമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. നേരത്തെ തന്നെ ഇവിടെ വരുന്നൊരു ആൾക്കൂട്ടവും ഒക്കെ ആയി കഴിഞ്ഞു. ഇന്നലെ മുതൽ വലിയ തിരക്കാണ് ഇവിടെ. ചർച്ചയിൽ ഭാഗമായ പല ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകരുടെ ആവേശത്തോടെ. അരുൺ, ഒരു സംശയം, ഈ ചർച്ചയിൽ ആരൊക്കെ പങ്കെടുക്കുന്നുണ്ട് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച്? നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ മാത്രമാണ്. അദ്ദേഹം മാത്രമാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ അദ്ദേഹം മാത്രമാണ് ഇവിടെ ഉള്ളത്. അദ്ദേഹവുമായാണ് ഇപ്പോൾ ഈ 2 മന്ത്രിസ്ഥാനം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച 2 നേതാക്കളും ഘടകകക്ഷി 2 പ്രധാനപ്പെട്ട നേതാക്കളും കൂടിക്കാഴ്ച നടത്തുന്നത്. ആദ്യം അനൂപ് ജേക്കബാണ് ഇവിടെ ചർച്ചയ്ക്ക് അദ്ദേഹത്തിന്റെ വസതിക്കുള്ളിലേക്ക് പോയത്. അതിനുശേഷം മാണി സി കാപ്പനും ഇവിടെ എത്തിച്ചേർന്നു. രണ്ടുപേരും സംസാരിക്കുകയാണ്. ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ ഒത്തുതീർപ്പ് ഫോർമുല എന്തെങ്കിലും ഉരുത്തിരിഞ്ഞിട്ടുണ്ടാകണം. അതാകാം ഈ ചർച്ച. ഒരു വകുപ്പുകളുടെ കാര്യമാകാം ഒരു തർക്കം ബാക്കി നിൽക്കുന്നത്. വകുപ്പ് നൽകുന്ന കാര്യത്തിൽ ഒരുപക്ഷെ തർക്കം ബാക്കി നിൽക്കുന്നതാകാം. അതുകൊണ്ടാകാം ഇത്തരമൊരു ചർച്ച ഇപ്പോൾ നടക്കുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സ്പീക്കറാക്കാൻ നേരത്തെ ധാരണയായിരുന്നു. അദ്ദേഹത്തെ മന്ത്രിസ്ഥാനം തന്നെ അദ്ദേഹം ആവശ്യപ്പെട്ടുവെങ്കിലും അത് നൽകാൻ കഴിയില്ല നിലപാട് കോൺഗ്രസ് നേതൃത്വം നേരത്തെ അദ്ദേഹത്തെ അറിയിച്ചു. അതിന്റെ ഭാഗമായാണ് അദ്ദേഹം അതിനുശേഷമാണ് പ്രതികരണം നടത്തിയത്. സ്പീക്കർ സ്ഥാനവും ചെറിയ പദവിയല്ല എന്നൊരു പ്രതികരണം നേരത്തെ അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ട്. ആ സാഹചര്യത്തിലാണ് ഏതായാലും അധികം വൈകാതെ നിയുക്ത മുഖ്യമന്ത്രി ഇവിടെ നിന്ന് പുറത്തിറങ്ങുമെന്ന് തന്നെയാണ് നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാവുന്നത്. അദ്ദേഹത്തിന്റെ വാഹനം ഇവിടെ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് KPCCയിലേക്ക് പോകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇനി മറ്റു തീരുമാനങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ ACCയുമായിട്ടുള്ള അവരുമായിട്ടുള്ള ഈ ചർച്ചയൊക്കെ പൂർത്തിയായി കഴിഞ്ഞാൽ നേരിട്ട് ഇവിടെ നിന്ന് അദ്ദേഹം ലോക് ഭവനിലേക്ക് പോയാലും അത്ഭുതപ്പെടാനില്ല. പക്ഷേ നേരത്തെ തീരുമാനിച്ചിരുന്ന പ്ലാൻ നിയുക്ത മുഖ്യമന്ത്രി ഇവിടെ നിന്ന് ഇറങ്ങിയ ശേഷം KPCCയിലേക്ക്, അവിടെ നിന്ന് ലോക് ഭവനിലേക്ക് എന്നുള്ളതാണ്. 4നും 5നും ഇടയിൽ അവിടേക്ക് എത്തുമെന്നാണ് ലോക് ഭവൻ അറിയിച്ചിട്ടുള്ളത്. സമ്പൂർണ്ണ ക്യാബിനറ്റ് സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് VD സതീശൻ അർദ്ധശങ്കയ്ക്കിടയില്ലാതെ വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ മന്ത്രിമാരുടെ പട്ടികയുമായി തന്നെയാകും അദ്ദേഹം ലോക് ഭവനിലേക്ക് പോകുന്നത്. പക്ഷേ ഈ വകുപ്പുകളുടെ കാര്യത്തിൽ അന്തിമ ധാരണയായിട്ടുണ്ടോ? വകുപ്പുകളുടെ തർക്കം മന്ത്രിമാരുടെ എണ്ണത്തിൽ ഇനി ഹൈക്കമാൻഡിന്റെ ഒരു അംഗീകാരമുള്ള ഒരു പട്ടിക ഇവരുടെ കയ്യിൽ ഇപ്പോഴും ലഭ്യമായിട്ടില്ലല്ലോ. അപ്പോൾ അവർക്ക് ഇനിയും അന്തിമമാക്കാൻ കഴിയും. അപ്പോൾ ഈ 1 മണിക്കൂറിനുള്ളിൽ അങ്ങനെ ഒരു പട്ടിക കിട്ടിയ ആ പട്ടികയുമായി ലോക് ഭവനിലെത്തി ഗവർണറെ കാണുക, അത് എത്രത്തോളം സാധ്യമാകാൻ സാധ്യതയുണ്ട്? അതുതന്നെയാണ് വകുപ്പുകളുടെ കാര്യത്തിൽ ഇനി തർക്കം ബാക്കിയുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രത്യേകിച്ചും കേരള കോൺഗ്രസ് ഒക്കെ വലിയ എതിർപ്പായത് 2 മന്ത്രിസ്ഥാനം തന്നെ ആവശ്യപ്പെട്ട അവസാനം വരെയും വലിയ സമ്മർദ്ദ നീക്കം ജോസഫ് വിഭാഗം നടത്തിയിരുന്നു. അവർക്കിടയിൽ ഒരു ധാരണയുണ്ടായത് ഇത്ര വലിയ വിജയമുണ്ടായി. അതിൽ 8-7 സീറ്റ് ജയിച്ച കേരള കോൺഗ്രസിന്റെ നിലപാട് വളരെ നിർണായകമായിരുന്നു. VD സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താനും വലിയ പിന്തുണയാണ് കേരള കോൺഗ്രസ് നൽകിയത്. എന്നിട്ടും തങ്ങൾക്ക് 2 ക്യാബിനറ്റ് മന്ത്രിമാരെ നൽകാത്തതിൽ വലിയ അതൃപ്തി കേരള കോൺഗ്രസ്
കോൺഗ്രസിന് ഉണ്ട്. അതുകൊണ്ട് മന്ത്രിസഭയിൽ നിന്ന് വിട്ടുനിന്നാലോ എന്നൊരു ചർച്ച പോലും ഒരു ഘട്ടത്തിൽ കേരള കോൺഗ്രസിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവർ ഒടുവിൽ ഈ ഒരു ഒത്തുതീർപ്പ് ഫോർമുല, ഒരു മന്ത്രിസ്ഥാനവും അതിനൊപ്പം തന്നെ ഒരു ക്യാബിനറ്റ് റാങ്കും ചീഫ് വിപ്പ് പദവിയും ആ ഒരു ഒത്തുതീർപ്പ് ഫോർമുലയ്ക്ക് വഴങ്ങുകയായിരുന്നു കേരള കോൺഗ്രസ് എടുത്ത നിലപാട്. ഏതായാലും അല്പസമയം അവിടെയും ഇപ്പോൾ യോഗം ചേരുകയാണ്. മോൻസിന്റെ MLA ഹോസ്റ്റലിലെ ഫ്ളാറ്റിൽ യോഗം ചേരുകയാണ്. ആ യോഗത്തിന് ശേഷം അവർ അവരുടെ നിലപാട് പ്രഖ്യാപിക്കും. പരസ്യമായി എതിർപ്പ് പറഞ്ഞുകൊണ്ട് തന്നെ മന്ത്രിസഭയുടെ ഭാഗമാകാൻ തയ്യാറായി എന്ന് പറയുകയാണോ, അല്ലെങ്കിൽ ഒരു എതിർപ്പെല്ലാം ഉൾപാർട്ടി അല്ലെങ്കിൽ മുന്നണിക്കുള്ളിൽ പറഞ്ഞ് പുറത്ത് വളരെ സംയമനത്തോടെ പോകും, അല്ലെങ്കിൽ ഒറ്റക്കെട്ടായി പോകുമെന്ന സന്ദേശം നൽകാനാകുമോ ശ്രമിക്കുന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും ഇവിടെ ചർച്ച ഇപ്പോഴും നീണ്ടുപോവുകയാണ്. KPCCയിലേക്ക് അദ്ദേഹം പോകാൻ ഇറങ്ങുമ്പോഴാണ് അനൂപ് ജേക്കബ് ഇവിടേക്ക് വന്നത്. അതിനുശേഷം ആ ചർച്ച ഇപ്പോൾ ഇവിടെ തുടരുന്നു. മാണി സി കാപ്പനും കൂടി എത്തിയിട്ടുണ്ട്. അതാണ് അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. രണ്ടുപേരും 5 വർഷം എന്ന ടേം പകുതി വീതം നൽകാനാണ് ആദ്യം ആലോചന വന്നത്. പക്ഷേ അതിനുശേഷം അത് മാണി സി കാപ്പന് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനവും അനൂപ് ജേക്കബിന് ഫുൾ ടൈം മന്ത്രിസ്ഥാനവും എന്നൊരു ഓഫറിലേക്ക് കോൺഗ്രസ് പോയിരുന്നു. അതിനുശേഷവും ഇപ്പോൾ ഈ ചർച്ച നടക്കുന്നത് പക്ഷേ അനൂപ് ജേക്കബിന്റെ വകുപ്പിനെ ചൊല്ലിയാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തർക്കം വീണ്ടും ഉണ്ടായി കാണണം. ടേം വ്യവസ്ഥയിൽ മുന്നോട്ട് പോകും എന്ന ഒരു സൂചനകൾ നേരത്തെ പുറത്തു വന്നതാണ്. പക്ഷേ ഇപ്പോൾ എന്താണ് ഈ ഒരു തർക്കത്തിന്റെ കാരണം? അല്ലെങ്കിൽ ഷാനിമോൾ ഉസ്മാനെ തന്നെ വീണ്ടും ഡെപ്യൂട്ടി സ്പീക്കർ ആക്കിക്കൊണ്ട് VD സതീശൻ ഏത് വിധേനയും അവരെ മന്ത്രിസഭ ഉൾപ്പെടുത്തണമെന്ന നിലപാടുകാരനാണ്. വളരെ കൃത്യമായി അദ്ദേഹത്തിനൊപ്പം നിലപാടെടുത്തു നിന്ന നേതാവ് കൂടിയാണ് ഷാനിമോൾ ഉസ്മാൻ. അതുകൊണ്ട് അവരെ മന്ത്രിസഭയിൽ കൊണ്ടുവരണമെന്ന വലിയ താല്പര്യം VD സതീശന് ഉണ്ടായിരുന്നു. പക്ഷേ അതിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് എങ്ങനെ അവരെ ഈ ഇതിൽ ഉൾക്കൊള്ളിക്കും? അതിനുവേണ്ടി എന്തെങ്കിലും മാറ്റം അവസാന നിമിഷവും ഉണ്ടാകുമോ? അതിനുവേണ്ടിയാണോ മാണി സി കാപ്പനെയും അതുപോലെ തന്നെ ഇത്തരത്തിൽ അനൂപ് ജേക്കബുമായി ഇപ്പോഴും ചർച്ച നടത്തുന്ന കാര്യത്തിലാണ് ഇനി വ്യക്തത വരേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.